പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇന്ന് ഞാനൊരു ഷോർട്സ് കണ്ടിരുന്നു. അതിൽ ഒരു പെൺകുട്ടീനെ ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ പെൺകുട്ടി മരത്തിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു അബദ്ധത്തിൽ ആ ചെറുപ്പക്കാരൻ്റെ മുന്നിലേക്ക് ആ പെൺകുട്ടി വീണുപോയി. അങ്ങനെ എനിക്ക് നല്ല രസകരമായിട്ട് ആ ഒരു ഷോർട്സ് കണ്ടപ്പോൾ രസകരമായിട്ട് തോന്നി. പിന്നെ ഞാൻ കമൻറ്റൊക്കെ വായിച്ച് നോക്കിയപ്പോൾ അതിനേക്കാളും രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പലരും അനുഭവങ്ങൾ എഴുതിയ കമൻറ്റുകളായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു കല്യാണപ്രായം ഒരു പെണ്ണ് കാണാൻ വന്നൊരു കാലഘട്ടം ഓർത്തുപോയി. അപ്പോൾ ഞാൻ ആ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതി. എൻ്റെ കല്യാണം 2011 നടക്കുന്നത്. ആ ഒരു സമയം എന്നെ ഒരുപാട് ആൾക്കാർ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. പെട്ടെന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നൊരു എന്താ പറയുക, ഒരു ഭംഗിയൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്നൊരു സമയം രാവിലെ, എന്ന് വെച്ചാൽ സുബഹി നിസ്കരിക്കാൻ സ്ഥിരം കൃത്യമായിട്ട് എഴുന്നേൽക്കും. എൻ്റെ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഞാൻ മാത്രം, എൻ്റെ മാത്രം ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഈ സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോയിട്ട് ഉറങ്ങും. എന്നിട്ട് ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ 10 മണി കണക്കാണ്. എനിക്ക് മാത്രമേ ഈ ഒരു ശീലമുള്ളൂ, രാവിലെ വീണ്ടും പോയി ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫും എന്താ പറയുക, തലവേദനയൊക്കെ ആയിരിക്കും എനിക്ക്. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ രാവിലെ ഇങ്ങനെ ഉറങ്ങുന്ന സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഉറക്കമാണ്. ഈ രാവിലെ എഴുന്നേറ്റതിന് ശേഷം വീണ്ടും ഉറങ്ങുന്നവർക്കറിയാം ആ ഒരു ഉറക്കം എന്ന് പറയുന്നത് ഒരു ബോധവും ഉണ്ടാവില്ല. അത്രയ്ക്കും നല്ല ഉറക്കത്തിൻ്റെ എല്ലാ സുഖങ്ങളിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ടുള്ളൊരു ഉറക്കമായിരിക്കും. അങ്ങനെ ഉറങ്ങുന്ന സമയം എൻ്റെ വീട്ടിലേക്ക് കുറേ സ്ത്രീകൾ കയറി വന്നു. സ്ത്രീകൾ കയറി വന്നിട്ട് ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് സ്ത്രീകളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ആരും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ അവർ നേരെ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നു. ഡോറൊക്കെ ഇങ്ങനെ എൻ്റെ ബെഡ്റൂമൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. പക്ഷേ എന്നാലും അവർ ഡോറിൽ തട്ടി ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ പുതപ്പൊക്കെ മാറ്റി നോക്കിയപ്പോൾ ഉണ്ട് കുറേ സ്ത്രീകൾ, ഒരു 5-6 സ്ത്രീകളുണ്ടാവും. കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഉമ്മാൻ്റെ പഴയ മാക്സി, ഉമ്മ ഒഴിവാക്കിയ മാക്സിയൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുക. നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ അമ്മമാർ ഒഴിവാക്കിയ അല്ലെങ്കിൽ ഉമ്മമാർ ഒഴിവാക്കിയ മാക്സിയൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ ഇടാനായിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവും. അത്രയും ഒരു ആയാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഉമ്മാനേക്കാളും ഹൈറ്റുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ മാക്സി എനിക്ക് എൻ്റെ മുട്ടിൻ്റെ ഒക്കെ അത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ചുരുള മുടിയാണ് എനിക്ക്. അങ്ങനെ ഉറങ്ങുമ്പം ഉള്ള ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാം. എൻ്റെ മുടിയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് ഞാനിങ്ങനെ പുതപ്പ് മാറ്റി ഞാൻ അവരിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ ആരും ഇല്ലയെന്ന്. അപ്പോൾ എനിക്കറിയില്ല അവിടെ വാസ്തവത്തിൽ ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിന്ന്. ഞാൻ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നതാണ്. അവർ ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് കയറി വന്നു. അത്രയും തൻ്റെടികളായിട്ടുള്ള സ്ത്രീകൾ. എനിക്ക് തോന്നുന്നു ചെക്കൻ്റെ ഉമ്മയും വലിയമ്മയും അമ്മായിമാരും എല്ലാവരും കൂടി വന്നതാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു ഇവിടെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ വായൊക്കെ അവർക്ക് സ്മെല്ലടിച്ചിട്ടുണ്ടാവും. അത്ര നല്ല ഉറക്കമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണത് എന്ന് പറഞ്ഞു. അതിൽ അവർ പിന്നെ തിരിഞ്ഞൊരു നടത്തം. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഒന്നും പറയാൻ നിന്നില്ല, പെട്ടെന്ന് അങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അവർ ഓടിയെടുത്ത് പച്ചപ്പുല്ല് പോലും മുളയ്ക്കില്ല എന്ന ആ ഒരു നടത്തം കണ്ടാൽ മനസ്സിലാവും. കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാവും അവരുടെ വീട്ടിൽ അടുക്കളയിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു മരുമകളായിരിക്കും. ഇത് പെണ്ണ് കാണാൻ വന്നപ്പോൾ പെൺകുട്ടി 9 മണിയായിട്ടും എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഉമ്മമാരായാലും ഓടടാ ഓട്ടം തന്നെ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് അവർ പോകുന്നത് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. എനിക്ക് ആകെപ്പാടൊരു മന്ദഗതിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉറക്കമൊക്കെ പോയി. അങ്ങനെ മുഖമൊക്കെ കഴുകി ഉമ്മാനെയും അനിയനെയും അനിയത്തിയും അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ ഉമ്മ എന്നിങ്ങനെ കുറേ വിളിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയത്തിയും വന്നു. അനിയന് ലീവുള്ള ദിവസം കളിക്കാനൊക്കെ പോകും. അങ്ങനെ കളിക്കാൻ പോയതാണ്. അപ്പോൾ ഉമ്മയും അനിയത്തിയും തൊട്ടടുത്തുള്ള ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? അപ്പോൾ അവർ പറഞ്ഞു കുക്കുൻ്റെ പിന്നാലെ നായ ഓടി, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയത്. ഇനി ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് പോവുക. എന്നെ പെണ്ണ് കാണാൻ കുറച്ച് പെണ്ണുങ്ങൾ വന്ന്, ഞാനും ഉറങ്ങി. ഓരെന്നെ കണ്ട് പേടിച്ച് പോയി അറിഞ്ഞു. പിന്നെ എൻ്റെ
എൻ്റെ ഉമ്മയും അനിയത്തി അത് കേട്ടിട്ട് ഒരുപാട് ചിരിച്ചു. ഇപ്പോഴും അവരത് പറഞ്ഞ് ചിരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം അത്ര രസമായിട്ട് തോന്നിയില്ല. ഭയങ്കര ചമ്മലായിരുന്നു. അവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതിൽ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു പെൺകുട്ടി 9 മണിയാകുമ്പോഴും ഉറങ്ങാന്ന് പറയുമ്പം അവരുടെ മനസ്സിൽ എന്നോട് തോന്നിയ ഒരു തോന്നൽ എന്തായിരിക്കും എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ചിരി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് തോന്നി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.